വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായ ഒരു വിശദീകരണം അതിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാറിൽ കയറ്റിയ കാര്യത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് പ്രായമായ ഒരാൾ അദ്ദേഹം നടന്നു വരുന്നത് കണ്ട് കാറിൽ കയറ്റിയെന്ന മുൻ വിശദീകരണം അദ്ദേഹം ഇപ്പോഴും നൽകുന്നുണ്ട്. അതിനകത്ത് തെറ്റായി തനിക്ക് നേരത്തെ തോന്നിയിട്ടില്ല, തനിക്ക് ഇപ്പോഴും തോന്നില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് മുസ്ലിം സമുദായത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ലീഗിനെതിരെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. അത് താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലീഗിന്റെ അങ്ങനെ കണക്ട് ചെയ്ത് ലീഗിലേക്ക് വരുമ്പോൾ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയായി ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയം ഇപ്പോൾ കൂട്ടുചേർന്നുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെയും മുഖ്യമന്ത്രി കടന്നാക്രമിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ സ്വർണ്ണപ്പാളിയിലെ കുറച്ച് സ്വർണം കണ്ടെത്തുന്നു. അതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വെച്ചത്. അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. പ്രത്യേക സംഘം അന്വേഷിച്ചു വരുന്നു. അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുവെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു, കുറ്റപത്രം നൽകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ കുറ്റപത്രം നൽകാൻ വൈകി. അതുകൊണ്ട് ജാമ്യം കിട്ടിയ ഉടനെ തന്നെ പാർട്ടി അത് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ഘടകമായ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ ഒരു ഘടകത്തിലും അദ്ദേഹം ഇല്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച്, പാർട്ടി ഭരണഘടന അനുസരിച്ച് അതൊരു നടപടിയല്ല, മാറ്റി നിർത്തൽ ഒരു നടപടിയായി നമുക്ക് കാണാൻ കഴിയില്ല. പരസ്യശാസന, സസ്പെൻഷൻ, പുറത്താക്കൽ അങ്ങനെ ഉള്ളവയാണ് നടപടിയായി കണക്കാക്കുക. മാറ്റി നിർത്തൽ എന്നത് പാർട്ടി ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ളെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഏതെങ്കിലും ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. നോട്ടീസ് അയച്ചു. നോട്ടീസിൽ ഒരു വിശദീകരണം നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിന് സമാനമായ രീതിയിൽ നൽകി. ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആ മതവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുമായി കൂടിയാലോചിച്ച് അതിന് മുൻഗണന നൽകി തീരുമാനമെടുക്കണമെന്നുള്ളതാണ് 2007 വി എസ് അച്യുതാനന്ദൻ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ത്രീകൾ പ്രവേശിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഞങ്ങൾ അതിന് മറുപടി നൽകും. അതിനെക്കുറിച്ച് ഇപ്പോഴേ ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അന്നത്തെ ആ വിധിയെ സ്വാഗതം ചെയ്തവർക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാടിൽ വിഷമമുണ്ടാകില്ലേ, അല്ലെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, അങ്ങനെ നിരാശ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ഘട്ടത്തിൽ കോടതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ നിലപാട് അപ്പോൾ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന വിശദീകരണമാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. വിനിഷ. ശരി സൈഫ, മുഖ്യമന്ത്രിയുമായി മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ നടത്തിയ തത്സമയ അഭിമുഖത്തിന്റെ സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സൈഫ് സൈനൽ അബ്ദീൻ.